Hi friends, welcome to Pharmacology. Today's topic is Cholinergics. Cholinergics will be dealt in two separate videos, and this is Cholinergics part 1, which include a brief introduction to cholinergics, then the cholinergic receptors and some of the cholinergic drugs. Let's come to the topic. Okay. കോളിനർജിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും നെർവസ് സിസ്റ്റം ക്ലാസിഫിക്കേഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം, എങ്കിലും ബ്രീഫായി നെർവസ് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. നെർവസ് സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ടു, CNS ആൻഡ് PNS, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ് വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആൻഡ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. അതിൽ autonomic nervous system is further classified into sympathetic, parasympathetic and enteric. അതിൽ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമിലെ അതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റൈൽ കൊളിൻ. നമ്മളിവിടെ പഠിക്കുന്നത് അസറ്റൈൽ കൊളിനെ കുറിച്ചാണ്. അസറ്റൈൽ കൊളിൻ്റെ സിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രക്ഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. അസറ്റൈൽ കൊളിൻ്റെ സിന്തസിസ് നടക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്സോണിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഓക്കെ, ആക്സോണിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. കൊളീൻ ആക്സോണിൻ്റെ പുറത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു സോഡിയം കൊളീൻ കോ ട്രാൻസ്പോർട്ടറുണ്ട്, സോഡിയം കൊളീൻ കോ ട്രാൻസ്പോർട്ടർ. അത് ഈ കൊളീനെ ആക്സോണിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അവിടെ കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം, ഏതാണ്? കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. ഈ എൻസൈമിൻ്റെ സഹായത്തോടെ അസറ്റൈൽ കോ എൻസൈം എയുമായി റിയാക്ട് ചെയ്ത് അസറ്റൈൽ കൊളീൻ ഉണ്ടാകുന്നു. എന്തായി? അസറ്റൈൽ കൊളിൻ. അതായത് കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസിൻ്റെ സഹായത്തോടെ അസറ്റൈൽ കൊളീനുമായി റിയാക്ട് ചെയ്ത് അസറ്റൈൽ കോഎൻസൈമായിട്ട് റിയാക്ട് ചെയ്ത് അസറ്റൈൽ കൊളീൻ ഉണ്ടാകുന്നു. ഈ അസറ്റൈൽ കൊളീനെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെസിക്കിൾ. ദിസ് ഈസ് എ വെസിക്കിൾ. ഈ വെസിക്കിളിനകത്ത് അസറ്റൈൽ കൊളീൻ എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെസിക്കിൾ അസോസിയേറ്റഡ് ട്രാൻസ്പോർട്ടർ നമുക്ക് സൈഡിൽ കാണാം. ഒരു വെസിക്കിൾ അസോസിയേറ്റഡ് ട്രാൻസ്പോർട്ടർ ഉണ്ട്. അതുവഴി അസറ്റൈൽ കൊളിനെ ഒരു വെസിക്കിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമ്മൾ അസറ്റൈൽ കൊളീൻ്റെ സിന്തസിസിൽ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളീനെ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടുള്ള അസറ്റൈൽ കൊളീനായിട്ട് മാറ്റാൻ വേണ്ടി കൊളീനെ നമ്മൾ ഈ ആക്സോണിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. ഈ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്, ദാറ്റ് ഈസ് ഹെമികൊളിനിയം. ഏതാണ്? ഹെമികൊളിനിയം ബ്ലോക്സ് ദ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. അങ്ങനെ അസറ്റൈൽ കൊളിൻ സിന്തസിസിന് കുറയ്ക്കുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നത് വെസിമക്കോൾ എന്ന് പറയുന്ന ഡ്രഗിനെ കുറിച്ചാണ്. ഏതാണ്? വെസിമക്കോൾ. ഈ വെസിമക്കോൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസിമക്കോൾ ഈ അസറ്റൈൽ കൊളിനെ വെസിക്കിളിനകത്തേക്ക് കയറുന്നത് ആണ് തടയുന്നത് ബൈ ബ്ലോക്കിംഗ് ദ വെസിക്കിൾ അസോസിയേറ്റഡ് ട്രാൻസ്പോർട്ടർ. ഇനി ഒരു ഇമ്പൾസ് വരുമ്പോഴത്തേക്കും ഈ അസറ്റൈൽ കൊളിൻ ഇരിക്കുന്ന ഈ വെസിക്കിൾ താഴേക്ക് വന്ന് ഈ ആക്സോണൽ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ നിന്ന് അസറ്റൈൽ കൊളിനെ റിലീസ് ചെയ്യുന്നു. അസറ്റൈൽ കൊളിൻ ഈ അപ്പോൾ ആക്സോണിൻ്റെ വെളിയിലെത്തിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു സിനാപ്സിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഇനി അസറ്റൈൽ കൊളിൻ ഈ എഫക്റ്റർ ഓർഗൻ്റെ ഏതെങ്കിലും ഒരു റിസപ്റ്ററിൽ വന്നിരുന്ന് ഫങ്ഷൻ ചെയ്യാണ് ചെയ്യാറ്. ഇനി അതാണ് അസറ്റൈൽ കൊളിൻ. അപ്പോൾ നമ്മൾ സിന്തസിസ് പറഞ്ഞു, സ്റ്റോറേജ് പറഞ്ഞു. ഇനി വരുന്നത് അതിൻ്റെ ഡിസ്ട്രക്ഷനാണ്. ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസറ്റൈൽ കൊളിനെ ഹൈഡ്രലൈസ് ചെയ്യുന്നത് കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. It rapidly hydrolyzes acetyl choline and this choline is recycled. ഈ അസറ്റൈൽ കൊളിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ്രലൈസ് ചെയ്യുന്ന ഈ എൻസൈം, അതായത് ആൻറ്റി കൊളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന ഡ്രഗുകളുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. ആൻറ്റി കൊളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. ആ എൻസൈമിനെ, ഏത് എൻസൈമിനെ? അസറ്റൈൽ കൊളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഈ ആൻറ്റി കൊളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ബ്ലോക്ക് ചെയ്ത് ഈ അസറ്റൈൽ കൊളിൻ്റെ ഡിസ്ട്രക്ഷൻ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ
ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അസറ്റൈൽ കൊളീനെ നമ്മൾ റിലീസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, അസറ്റൈൽ കൊളീൻ വിച്ച് ഈസ് റിലീസ്ഡ് ഇൻ ടു ദി സിനാപ്സ്. ആ സ്റ്റെപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ബോട്ടുലിനം ടോക്സിൻ. ബോട്ടുലിനം ടോക്സിൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മുടെ ഒരു ബാക്ടീരിയ ഉണ്ട്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്നത്. ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്നത്. അതാണ് അസറ്റൈൽ കൊളീൻ്റെ റിലീസിനെ തടയുന്ന ഒരു ടോക്സിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഭാഗത്തായിട്ടിരിക്കുന്ന ഒരു റിസപ്റ്ററാണ്. ദിസ് ഈസ് എ ഓട്ടോ റിസപ്റ്റർ. ഒരു ഓട്ടോ റിസപ്റ്ററാണ്. അസറ്റൈൽ കൊളീൻ വന്ന് ഈ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ പോലെ ഒരു ഓട്ടോ ഇൻഹിബിഷൻ നടക്കുന്നു. അസറ്റൈൽ കൊളീൻ്റെ ഫർദർ റിലീസിനെ തടയുന്ന ഒരിതാണ്. പിന്നെ ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബോട്ടുലിനം ടോക്സിൻ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ ചെയ്യുന്നത് റിലീസിനെ എൻഹാൻസ് ചെയ്യും, അതുപോലെ ഡിസ്ട്രക്ഷനെയും എൻഹാൻസ് ചെയ്യും. ഇനി നമ്മൾ കോളിനെസ്റ്ററൈസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കോളിനെസ്റ്ററൈസ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ് ഉള്ളത്, അസറ്റൈൽ കൊളീൻ എസ്റ്ററൈസ് ആൻഡ് ബ്യൂട്രൈൽ കൊളീൻ എസ്റ്ററൈസ്. അതിൽ അസറ്റൈൽ അറ്റ് ദി കോളിനർജിക് സൈറ്റുകളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് അസറ്റൈൽ കൊളീൻ്റെ ആക്ഷൻ്റെ ടെർമിനേഷനാണ് അതിൻ്റെ ഫങ്ഷൻ. സോ ഇറ്റ് ഈസ് ട്രൂ കൊളീൻ എസ്റ്ററൈസ് എന്ന് പറയുന്നത്. ബ്യൂട്രൈൽ കൊളീൻ എസ്റ്ററൈസ്, അതർവൈസ് നോൺ ആസ് സ്യൂഡോ കൊളീൻ എസ്റ്ററൈസ്, ഇത് കോളിനർജിക് സൈറ്റുകളിലൊന്നുമല്ല കാണപ്പെടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ഫങ്ഷനും വ്യത്യസ്തമാണ്. മെറ്റബോളിസം ഓഫ് ഇൻജസ്റ്റഡ് എസ്റ്റേഴ്സ്. ഇനി ഈ അസറ്റൈൽ കൊളീൻ എസ്റ്ററൈസിനെയും ബ്യൂട്രൈൽ കൊളീൻ എസ്റ്ററൈസിനെ തമ്മിൽ നമ്മൾ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞു അത് കാണപ്പെടുന്ന സൈറ്റ് ഡിഫറെൻ്റാണ്, അതിൻ്റെ ഫങ്ഷൻ ഡിഫറെൻ്റാണ്. പക്ഷേ 4 പ്രധാനപ്പെട്ട സബ്സ്ട്രേറ്റുകളാണ് നമ്മൾ നോക്കുന്നത്: അസറ്റൈൽ കൊളീൻ, മിഥാകൊളീൻ, ബെൻസോയിൽ കൊളീൻ ആൻഡ് ബ്യൂട്രൈൽ കൊളീൻ. ഏതൊക്കെയാണ്? അസറ്റൈൽ കൊളീൻ, മിഥാകൊളീൻ, ബെൻസോയിൽ കൊളീൻ ആൻഡ് ബ്യൂട്രൈൽ കൊളീൻ. ഈ 4 സബ്സ്ട്രേറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ വരെ ഡിഫറൻസ് നോക്കുക. അസറ്റൈൽ കൊളീൻ ഈസ് റാപ്പിഡ്ലി ഹൈഡ്രലൈസ്ഡ് ബൈ അസറ്റൈൽ കൊളീൻ എസ്റ്ററേസ് ആൻഡ് മിഥാകൊളീൻ ഈസ് സ്ലോലി ഹൈഡ്രലൈസ്ഡ് ബൈ അസറ്റൈൽ കൊളീൻ എസ്റ്ററേസ്. പക്ഷേ അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്നതിന് ആ സബ്സ്ട്രേറ്റിനെ 2 പേരും ഹൈഡ്രലൈസ് ചെയ്യുന്നുണ്ട്, റാപ്പിഡ്ലി ബൈ അസറ്റൈൽ കൊളീൻ എസ്റ്ററേസ്. ബട്ട് ബ്യൂട്രൈൽ കൊളീൻ എസ്റ്ററേസ് വളരെ സ്ലോ ആയിട്ടാണ് അത് ഹൈഡ്രലൈസ് ചെയ്തത്. പക്ഷേ മിഥാകൊളീൻ എസ്റ്ററേസ് only hydrolyzed by acetylcholine esterase but not by butyrylcholine esterase. ഇനി ബെൻസോയിൽ കൊളീനെയും ബ്യൂട്രൈൽ കൊളീനെയും നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ഹൈഡ്രലൈസ്ഡ് ബൈ സ്യൂഡോകൊളീൻ എസ്റ്ററേസ്, അതർവൈസ് നോൺ ആസ് ബ്യൂട്രൈൽകൊളീൻ എസ്റ്ററേസ്. ഇനി നമുക്ക് റിസപ്റ്റേഴ്സിലേക്ക് പോവാം. കോളിനർജിക് ആണ്. 2 ക്ലാസ്സസ് ഓഫ് കോളിനർജിക് റിസപ്റ്റേഴ്സ് ആണുള്ളത്. മെസ്കാരനിക്, സെക്കൻഡ് വൺ ഈസ് നിക്കോട്ടിനിക്. അതിൽ മസ്കാരനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഇവരെങ്ങനെയാണ് 2 ക്ലാസ്സാക്കി വയ്ക്കുന്നത് നോക്കിയാൽ, മസ്കാരനിക് റിസപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ മസ്കാരിൻ ആൻഡ് ഇൻഹിബിറ്റഡ് ബൈ അട്രോപ്പിൻ, whereas the nicotic receptors are stimulated by nicotine and inhibited by either tuberculin or hexamethonium. ഇതിൽ ട്യൂബക്യുറാരിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് നിക്കോട്ടിനിക്കിൻ്റെ തന്നെ ഒരു ക്ലാസ് ആയിട്ടുള്ള NM റിസപ്റ്റേഴ്സിനെയും ഹെക്സാമെത്തോണിയം ഇൻഹിബിറ്റ് ചെയ്യുന്നത് നിക്കോട്ടിനിക്കിൻ്റെ തന്നെ ക്ലാസ് ആയിട്ടുള്ള NN റിസപ്റ്റേഴ്സിനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ നോക്കിക്കഴിയാം. ഓക്കെ, ഇതാണ് നോക്കുന്നത്. അതിൽ NM ഉണ്ട്, NN ഉണ്ട്. NM ഇസ് ഈ പേര് കൊടുത്തിരിക്കുന്നത് സൈറ്റ് ഓഫ് ബേസ് ചെയ്തിട്ടാണ്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ തന്നെ NM കാണപ്പെടുന്നത് സ്കെൽറ്റൽ മസിൽ എൻഡ് പ്ലേറ്റിലും NN കാണപ്പെടുന്നത് എവിടെയാണ്? ഗാംഗ്ലിയോണിക് സെല്ലുമാണ്. എവിടെ? ഗാംഗ്ലിയോണിക് സെൽ. ഓക്കെ, ഇവിടെ സ്കെൽറ്റൽ മസിൽ എൻഡ് പ്ലേസിൽ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൻ്റെ, അതായത് NM റിസപ്റ്റേഴ്സിൻ്റെ ഫങ്ഷൻ എന്താ പറയുന്നത്? അസറ്റൈൽ കൊളീൻ ആക്ട് ഓൺ NM റിസപ്റ്റേഴ്സ് ആൻഡ് കാസസ് കൺട്രാക്ഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ.
ഇനി നമ്മൾ മസ്കാനിക് റിസപ്റ്റേഴ്സിലേക്കാണ് വരുന്നത്. മസ്കാനിക് റിസപ്റ്റേഴ്സ് 5 ക്ലാസ്സുകളാണുള്ളത്. M1, M2, M3, M4 ആൻഡ് M5. ഓക്കെ, അതിൽ ആദ്യത്തെ 3 ക്ലാസ് M1, M2, M3 they are known as the major receptors, whereas M4 and M5 are minor. M4 M5 കാണപ്പെടുന്നത് ബ്രെയിൻ സെല്ലുകളിലാണ്. ആൻഡ് അവരുടെ അവിടുത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ റെഗുലേറ്റ് ദ റിലീസ് ഓഫ് വേരിയസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ഇനി M1, M2, M3 എവിടെയൊക്കെ കാണപ്പെടുന്നു അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. M1 പ്രധാനമായും ന്യൂറോസ് റിസപ്റ്റേഴ്സാണ്. ന്യൂറോ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രെയിനിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കാണപ്പെടുന്നതെന്ന്. അല്ല, ബ്രെയിനിൻ്റെ എവിടെയെങ്കിലും എന്ന് മാത്രമല്ല, അവർ ഈ ന്യൂറോൺസിൻ്റെ ഗാംഗ്ലിയോണിക് സെല്ലുകളിൽ, പിന്നെ സെൻട്രൽ ന്യൂറോൺസിൽ, അതുപോലെ തന്നെ എൻട്രിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന നെർവുകളുടെ അങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത് M1. അതുകൊണ്ട് തന്നെ അവരുടെ ഫങ്ഷനും നോക്കിക്കഴിഞ്ഞാൽ എൻട്രിക് നെർവസ് സിസ്റ്റത്തിൻ്റെ അവിടെ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം they causes gastric secretions. Okay, gastric secretion, intestinal secretion, as well as relaxation of lower esophageal sphincter. Relaxation of lower esophageal sphincter. എന്തൊക്കെയാണ് എൻട്രിക് നെർവസ് സിസ്റ്റത്തിൽ അവർ ആക്ട് ചെയ്യുന്നത് വഴി മീഡിയേറ്റ്സ് ഗാസ്ട്രിക് സെക്രീഷൻ, ഇൻറ്റെസ്റ്റൈനൽ സെക്രീഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ലോവർ ഈസോഫേജിയൽ സ്പിങ്ചർ. ഇനി സെൻട്രൽ ന്യൂറോൺസിലും ഗാംഗ്ലിയോണിക് സെല്ലും ഒക്കെ അവരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ദേ ഹെൽപ്സ് ഇൻ ലേണിംഗ് ആൻഡ് മെമ്മറി. ഓക്കെ, ഇനി M2 റിസപ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ദ കാർഡിയാക് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹാർട്ടിൽ കാണപ്പെടുന്ന മെസ്കാനിക് റിസപ്റ്റേഴ്സ് എല്ലാം M2 ആണ്. അവർ മീഡിയേറ്റ്സ് വാഗൽ ബ്രാഡിക്കാർഡിയ ആണ്. ഹാർട്ടിൽ വാഗൽ ബ്രാഡിക്കാർഡിയ. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ സിനാപ്സിൽ, പ്രീസിനാപ്റ്റിക് ന്യൂറോൺസിൽ ഓട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അവരും M2 ടൈപ്പാണ്. ഓക്കെ, അതുവഴി എന്താണ് ചെയ്യുന്നത്, ദേ റെഗുലേറ്റ് ദെയർ ഓൺ റിലീസ്. M3 വന്നു കഴിഞ്ഞാൽ M3 ആണ് സ്മൂത്ത് മസിലിൽ കാണപ്പെടുന്നത്, ഗ്ലാൻഡിൽ കാണപ്പെടുന്നത്, വാസ്കുലർ എൻഡോത്തീലിയത്തിൽ കാണപ്പെടുന്നത്. വിസറൽ സ്മൂത്ത് മസിലിൻ്റെ കൺട്രാക്ഷൻ, സ്കെൽറ്റൽ മസിലും കണ്ടക്ടിനിക് ആക്ഷനാണ്. ഇത് മസ്കാനിക് ആക്ഷൻ, വിസറൽ സ്മൂത്ത് മസിലിൽ കൺട്രാക്ഷനാണ്. രണ്ടാമത് വരുന്നത് ഗ്ലാൻഡുകളിലാണ്. ഗ്ലാൻഡുകൾ പാരാസിമ്പത്തറ്റിക്കലി ഇന്നർവേറ്റഡ് ഗ്ലാൻഡുകളിലാണ്. അവർ ഇൻക്രീസസ് ദ സെക്രീഷൻ and in vascular endothelium it causes vasodilation by the release of endothelial derived relaxing factor. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ റിസപ്റ്റേഴ്സ് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കോളിനർജിക് ഡ്രഗ്സിലേക്ക് പോവുകയാണ്. കോളിനർജിക് ഡ്രഗ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്കും, അവരുടെ ഡ്രഗുകൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡ്രഗ്സ്, പിന്നെ ഓരോ ഡ്രഗുകൾ എടുത്തു കഴിഞ്ഞാൽ മെക്കാനിസം ഓഫ് ആക്ഷൻ, ദെയർ ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ദെയർ ഇൻട്രാക്ഷൻ, യൂസസ് ആൻഡ് അഡ്വേഴ്സ് ഇഫക്റ്റ്. ഇങ്ങനെ 5ആയിട്ടൊക്കെയാണ് കൂടുതലും പറയാറ്. പിന്നെ കൂടുതൽ ഫാർമക്കോകൈനറ്റിക്സ് അതും. അപ്പോൾ ഇതിൽ കോളിനർജിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കോളിനർജിക് അഗോണിസ്റ്റസ് ആൻഡ് ആൻറ്റി കോളിനസ്റ്ററൈസസ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, on the basis of their mechanism of action, some of the drugs directly interact with the cholinergic receptors. അവരാണ് cholinergic agonists. Okay, cholinergic agonists. Then some of the drugs increases availability of acetylcholine at the cholinergic sites. അതാണ് ആൻറ്റികോളിനെസ്റ്ററൈസസ്. ഓക്കെ, മനസ്സിലായോ? ഈ ആൻറ്റികോളിനർജിക് എസ്റ്ററൈസ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത്. ഇത് കോളിനർജിക് അഗോണിസ്റ്റുകളാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, കോളിനർജിക് അഗോണിസ്റ്റുകൾ തന്നെ ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു കോളിനെസ്റ്റേഴ്സ് ആൻഡ് ആൽക്കലോയിഡ്സ്. കോളിനെസ്റ്റേഴ്സ് ഓർ കോളിനോമൈമാറ്റിക് ആൽക്കലോയിഡ്സ്. എക്സാമ്പിൾ നോക്കുമ്പോൾ ഡ്രഗുകൾ എപ്പോഴും
നമുക്ക് ഈ കോളിനർജിക്സ് ഒക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ 4 ഡ്രഗും പഠിക്കാം. മിനിമം 2 ഡ്രഗെങ്കിലും അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നെയിം 2 ഡ്രഗ്സ് ആക്ടിങ് ഓൺ എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. എങ്കിലും നമ്മൾ 4 പഠിച്ചു വെച്ചിരുന്നാൽ അത്രയും നല്ലത്. അല്ല 2 അറിഞ്ഞിരിക്കുക. കോളിൻ എസ്റ്റേഴ്സിൽ വരുന്നത് അസറ്റൈൽ കൊളിൻ, മിഥാകൊളിൻ, കാർബക്കോൾ ആൻഡ് ബെത്തനക്കോൾ. അസറ്റൈൽ കൊളിൻ, മിഥാകൊളിൻ, കാർബക്കോൾ ആൻഡ് ബെത്തനക്കോൾ. ഇനി കോളിനോമൈമറ്റിക് ആൽക്കലോയിഡിൽ വരുന്നത് മെസ്കാരിൻ, പൈലോകാർപ്പിൻ, ആരിക്കൊളിൻ. മെസ്കാരിൻ, പൈലോകാർപ്പിൻ, ആരിക്കൊളിൻ. അതിൽ മെസ്കാരിനും പൈലോകാർപ്പിനുമാണ് നമ്മൾ പ്രധാനം നോക്കുക, ആരിക്കൊളിൻ അങ്ങനെ നോക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ കോളിനർജി അല്ലെങ്കിൽ കോളിൻ എസ്റ്റേഴ്സിലേക്ക് വരികയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് കോളിൻ എസ്റ്റേഴ്സ്? അപ്പോൾ നമ്മൾ പറഞ്ഞു കോളിൻ എസ്റ്റേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്. ദേ ഡയറക്ട്ലി ഇൻട്രാക്ട് വിത്ത് ദ cholinergic receptors and causes mescarinic and nicotinic action. ഓക്കെ, ഈ കോളിൻ എസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ദർ നോൺ സ്പെസിഫിക്. 2 മെസ്കാനിക് ആക്ഷനുണ്ട്, നിക്കോട്ടിനിക് ആക്ഷനുണ്ട്, ആൻഡ് സം സെൻട്രൽ ആക്ഷൻ ആൾസോ ദർ. ഓക്കെ, ഇനി നമ്മൾ മെസ്കാനിക് ആക്ഷൻ നോക്കാം. അപ്പോൾ നമ്മൾ കോളിൻ എസ്റ്റേഴ്സ് എവിടെയൊക്കെയാണ് മെസ്കാനിക് റിസപ്റ്റേഴ്സ് ഉള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഹാർട്ടിൽ M2 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഹൈപ്പർ പോളറൈസേഷൻ ഓഫ് എസ് എ നോഡിൽ ഹൈപ്പർ പോളറൈസേഷനാണ് നടക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇമ്പൾസ് ജനറേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഹൈപ്പർ പോളറൈസേഷനാണ് എസ് എ നോഡിൽ നടക്കുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഇമ്പൾസ് ജനറേഷൻ റിസൾട്ട് ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ്. റേറ്റ് ഓഫ് ഇമ്പൾസ് ജനറേഷൻ ഡിക്രീസസ്. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ബ്രാഡികാർഡിയ. ഈവൻ കാർഡിയക് അറസ്റ്റ് വരെ ഉണ്ടാവാം. ബ്രാഡികാർഡിയാണ് അവിടെ സംഭവിക്കുക. എസ് എ നോഡിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി AV നോഡ്, പർക്കിൻജെ ഫൈബർ, ബണ്ടിൽ ഓഫ് ഹിസ്, അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദ റിഫ്രാക്ടറി പീരീഡ് ഇൻക്രീസസ്. ഓക്കെ, ദ റിഫ്രാക്ടറി പീരീഡ് ഇൻക്രീസസ്. ഓക്കെ, റിഫ്രാക്ടറി പീരീഡ് കൂടിക്കഴിഞ്ഞാൽ ഉള്ള ഇമ്പൾസ് വരണം. അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി ഇമ്പൾസ് ജനറേഷൻ്റെ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ AV നോഡിൻ്റെയും പർക്കിൻജി ഫൈബറിൻ്റെയൊക്കെ റിഫ്രാക്ടറി പീരീഡ് കൂടുമ്പോഴത്തേക്ക് ഒരു പാർഷ്യൽ ഓർ കംപ്ലീറ്റ് AV ബ്ലോക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അതുപോലെ ഇങ്ങനെ ഏട്രിയൽ കൺട്രാക്ഷൻ്റെ ഫോഴ്സ് പറയും, ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഡിക്രീസസ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഡിക്രീസ്. അത് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ വെൻട്രിക്കുലർ കൺട്രാക്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മാർക്കറ്റ്. ഓക്കെ, ഹാർട്ടിൽ അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ബ്രാഡികാർഡിയ, പാർഷ്യൽ ഓർ കംപ്ലീറ്റ് AV ബ്ലോക്ക്, ഫോഴ്സ് ഓഫ് ഏട്രിയൽ കൺട്രാക്ടിലിറ്റി ഡിക്രീസസ് ആൻഡ് വെൻട്രിക്കുലർ കൺട്രാക്ടിലിറ്റി ആൾസോ ഡിക്രീസസ്. ഇനി ബ്ലഡ് വെസൽസിലേക്ക് വരികയാണെങ്കിൽ ബ്ലഡ് വെസലിൽ നമ്മൾ പറഞ്ഞ വാസ്കുലർ എൻഡോത്തീലിയത്തിലാണ് ആരുള്ളത്? നമ്മുടെ M3 റിസപ്റ്റേഴ്സാണുള്ളത്, വാസ്കുലർ എൻഡോത്തീലിയം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദർ വിൽ ബി ഫോൾ ഇൻ BP ഡ്യൂ ടു ദി ഡയലറ്റേഷൻ ഓർ ഡയലേഷൻ ഓഫ് ദ ബ്ലഡ് വെസൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്മൂത്ത് മസിൽസ്. വിസറൽ സ്മൂത്ത് മസിൽസിലും M3 ആണ് കാണപ്പെടുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഇൻ വിസറൽ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ പറഞ്ഞു. അത് GIT നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് the tone and peristalsis increases. പെരിസ്റ്റാൾസിസും ടോണും ഇൻക്രീസ് ചെയ്യുന്നു. അത് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ വഴിയാണ്. സ്പിങ്ചേഴ്സ് റിലാക്സ്. നമ്മൾ പറഞ്ഞു സ്പിങ്ചറുകളൊക്കെ റിലാക്സ് ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്പിങ്ചർ റിലാക്സസ് ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ഇവാക്വേഷൻ ഓഫ് ദ ബവൽ. പെരിസ്റ്റാൾസിസ് കൂടുന്നു, സ്പിങ്ചറുകൾ റിലാക്സും ചെയ്യുന്നു. അപ്പോൾ ബവൽ ഇവാക്വേഷനാണ് നടക്കുക. ഇനി നമ്മുടെ യൂറിനറി സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യുറീറ്ററിലെ പെരിസ്റ്റാലിസിസ് കൂടും. പെരിസ്റ്റാലിസിസ് ഇൻ യുറീറ്റർ ഇൻക്രീസസ്. അതിൻ്റെ കൂടെ ഡെട്രൂസർ ഇസ് എ സ്മൂത്ത് മസിൽ, അത് കൺട്രാക്ട് ചെയ്യും. ട്രൈഗോണും സ്പിങ്ചറും ഒക്കെ റിലാക്സ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് വോയിഡിങ് ഓഫ് ദ ബ്ലാഡർ. എന്താണ് വോയിഡിങ് ഓഫ് ദി ബ്ലാഡർ? ഇനി അടുത്തത് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ് എന്നാണ് പറയുന്നത്. ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ കൺട്രാക്ഷനാണ് വരുന്നത്, ബ്രോങ്കോസ്പാസം. അപ്പോൾ ഇറ്റ് ഈസ് കോൺട്രാക്ട് ഇൻഡിക്കേറ്റഡ് ഇൻ ആസ്മാറ്റിക്സ്, അതായത്
ഒരു ആസ്മ പേഷ്യൻറ്റിൽ നമ്മൾ കോളിനർജിക് ഡ്രഗുകളായിട്ടുള്ള ഏതെങ്കിലും കോളിനർജിക് ഡ്രഗ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മസ്കാരിക് ആക്ഷനാണുള്ളത്. സോ ഏത് നമ്മുടെ കോളിൻ എസ്റ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ പ്രിസിപ്പിറ്റേറ്റ് ബ്രോങ്കോസ്പാസം ഓർ ആസ്മ എന്ന് നമുക്ക് പറയാം. ഇനി ഗ്ലാൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആസ് ഐ ഓൾറെഡി സെഡ്, പാരാസിമ്പത്തറ്റിക്കലി ഇനർവേറ്റഡ് ഗ്ലാൻഡുകളാണ് ഇവിടെ ഈ അസറ്റൈൽ കൊളിൻ്റെയോ അല്ലെങ്കിൽ കോളിൻ എസ്റ്റേഴ്സിൻ്റെയോ ഒക്കെ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ there will be increased secretion of these parasympathetically innervated glands, resulting in profuse sweating, salivation, lacrimation, and increased gastric secretion or tracheobronchial secretion. പക്ഷേ ബ്രസ്റ്റ് സെക്രീഷൻ, അതായത് മിൽക്കിൻ്റെ സെക്രീഷനൊന്നും ഇത് വലുതായിട്ട് ബാധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. there is no effect in milk secretion like that. ഈ ഐസാണ് അടുത്ത നമ്മുടെ സൈറ്റ്. ഐസിൽ നോക്കിക്കഴിഞ്ഞാൽ സർക്കുലർ മസിലും ഉണ്ട്, സീലിയറി മസിലും ഉണ്ട് ആക്ഷനുള്ളത്. സർക്കുലർ മസിൽ കൺട്രാക്ഷൻ റിസൾട്ട് ഇൻ മയോസിസ്, റൈറ്റ്? സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി അക്വസ് ഔട്ട്ഫ്ലോ. നമ്മുടെ അക്വസ് ഹ്യൂമർ കൂടുതലായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങും. എന്നുവെച്ചാൽ അക്വസ് ഹ്യൂമർ, അയിലുള്ള അക്വസ് ഹ്യൂമർ കുറയാൻ തുടങ്ങും. ഇറ്റ് കാസസ് ഡിക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഗ്ലോക്കോമ, അല്ലേ? അപ്പോൾ സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി ഇൻക്രീസ്ഡ് അക്വസ് ഔട്ട്ഫ്ലോ റിസൾട്ടിങ് ഇൻ ഡിക്രീസ്ഡ് ഇൻട്രാ പ്രഷർ. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഗ്ലോക്കോമ. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മസ്കാനിക് ആക്ഷനാണ്. ഇനി നിക്കോട്ടിനിക് ആക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ഹയർ ഡോസസ് ഓട്ടോമിയം നിക്കോട്ടിനിക്ക് രണ്ടിടത്താണ്, ഗാംഗ്ലിയോൺ സെല്ലുകളിലും സ്കെൽറ്റൽ മസിലുമാണ് അല്ലേ അതിൻ്റെ ആക്ഷൻ. ഓട്ടോണമിക് ഗാംഗ്ലിയോൺസിൽ നോക്കിക്കഴിഞ്ഞാൽ at higher doses both the sympathetic and parasympathetic ganglia are stimulated, only at higher doses. അപ്പോൾ അതിൻ്റേതായ ഇതും വരും, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. സ്കെൽട്ടൽ മസിൽ നോക്കിക്കഴിഞ്ഞാൽ അയൻഡോഫെററ്റിക് ആപ്ലിക്കേഷൻ causes contraction of skeletal muscle. What is this endopheretic application? Endopheretic application, നമ്മൾ ഡ്രഗ് ഡെലിവറി നോക്കിക്കഴിഞ്ഞാൽ പല പല രീതിയിൽ ചെയ്യുന്നുണ്ട്. IV ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഇൻട്രാഡെർമലായിട്ട് കൊടുക്കുന്നുണ്ട്, സബ്ക്യൂട്ടീനിയസ് ആയിട്ട്, ട്രാൻസ്ഡെർമലായിട്ടും കൊടുക്കുന്നുണ്ട്. ഈ അയൻഡോഫെററ്റിക് ആപ്ലിക്കേഷൻ മീൻസ് ദ ട്രാൻസ്ഡെർമൽ ആപ്ലിക്കേഷൻ. ഓക്കെ, ട്രാൻസ്ഡെർമൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇറ്റ് കാസസ് കൺട്രാക്ഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ. ഇനി ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചെക്ഷൻ, ദറ്റ് ഈസ് ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചെക്ഷൻ, ഹൈ ഡോസ് ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കാസസ് ട്വിച്ചിങ് ആൻഡ് ഫെസിക്കുലേഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ. ഓക്കെ, അയൻഡോഫെററ്റിക് ആപ്ലിക്കേഷൻ, contraction of skeletal muscle, and intra-arterial injection of high dose of cholinesterase causes twitching and fasciculation. ഇനി CNS ആക്ഷൻ. IV ഇഞ്ചക്ഷനിൽ വലിയ ആക്ഷനുള്ളതൊന്നുമില്ല, നോ സെൻട്രൽ എഫക്ട്സ് ആണ്. കാരണം ദിസ് ഡ്രഗ് cannot penetrate the blood brain barrier. It does not or do not penetrate the blood brain barrier. So no central effect. But direct injection causes arousal response followed by depression. Arousal response followed by depression. അടുത്തത് ഇനി വരുന്നത് ഇൻട്രാക്ഷൻസ് ആണ്. ഈ അസറ്റൈൽ കൊളിൻ ഒരു കോളിനർജിക് അഗോണിസ്റ്റ് ആണല്ലോ. അപ്പോൾ കോളിനർജിക് അഗോണിസ്റ്റ് കോളിൻ എസ്റ്റർ ആണ്. അപ്പോൾ അസറ്റൈൽ കൊളിനെ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രാക്ഷൻ പറഞ്ഞു പോകാം. ആൻറ്റി കൊളിൻ എസ്റ്ററൈസസ് നമ്മൾ പറഞ്ഞില്ല, ആ ഡ്രഗ് അടുത്ത വീഡിയോയിൽ പറയും. എങ്കിലും ആൻറ്റി കൊളിൻ എസ്റ്ററൈസസ് നിങ്ങളുടെ അടുത്ത് ഞാൻ ജസ്റ്റ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്
അവൈലബിലിറ്റി ഓഫ് അസറ്റൈൽകൊളിൻ അറ്റ് ദി കോളിനർജിക് സൈറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റികൊളിൻ എസ്റ്ററൈസസ് പൊട്ടൻഷ്യേറ്റ് അസറ്റൈൽകൊളിൻ ആക്ഷൻ, അങ്ങനെ പറയാമല്ലോ അല്ലേ? ഓക്കെ. ഇനി അട്രോപ്പിൻ നമ്മൾ മസ്കാരനിക് റിസപ്റ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ ക്ലാസിഫൈ ചെയ്യാനുള്ള കാരണം എന്താണ്? ദേ ആർ സ്റ്റിമുലേറ്റഡ് ബൈ മസ്കാരിൻ ആൻഡ് ദേ ആർ ഇൻഹിബിറ്റഡ് ഓർ ബ്ലോക്ക്ഡ് ബൈ അട്രോപ്പിൻ എന്നാണ് പഠിച്ചത്. സോ അട്രോപ്പിൻ competitively antagonists the muscarinic actions of acetylcholine. Atropine competitively antagonists the muscarinic actions of acetylcholine. ഇനി അഡ്രിനാലിൻ അടുത്ത ഡ്രഗ്. അഡ്രിനാലിൻ ഇസ് എ ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസ്റ്റ്. ഇനി യൂസ് പഠിച്ചു വയ്ക്കുക. യൂസസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റയർലി യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ പർപ്പസസ്. ഈ കോളിനെസ്റ്റേഴ്സ് അങ്ങനെ ക്ലിനിക്കൽ പർപ്പസായിട്ട് ഉപയോഗിക്കാറില്ല. അസറ്റൈൽകൊളിൻ അങ്ങനെ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോൺ സെലക്റ്റീവ് ആക്ഷനാണ്. മസ്കാനിക് ആക്ഷനും നിക്കോട്ടിനിക് ആക്ഷനും അത് നടത്തുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സെലക്റ്റീവ്, അതാണ് അതിൻ്റെ പ്രധാന കാരണം. മാത്രമല്ല ഇറ്റ് ഈസ് ഇവാനസെൻ്റ് ആക്ഷൻ ഇറ്റ്സ് റാപ്പിഡ്ലി ഹൈഡ്രലൈസ്ഡ്. ഇപ്പോൾ പ്ലാസ്മയിൽ നമ്മൾ ഇപ്പോൾ IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മയിൽ ബ്യൂട്രൈൽ കൊളിൻ എസ്ട്രേസ് അല്ലെങ്കിൽ സ്യൂഡോ കൊളിൻ എസ്ട്രേസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈഡ്രലൈസ്ഡ്, റൈറ്റ്? ഇറ്റ് ഈസ് ഹൈഡ്രലൈസ്ഡ് ബൈ ദിസ് എൻസൈം. സോ അസറ്റൈൽകൊളിൻ ഈസ് നോട്ട് അറ്റ് ആൾ യൂസ്ഡ്. പക്ഷേ ഈ കോളിൻ എസ്റ്റേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൾ ബെത്തനക്കോളാണ്. ആരാണ്? ബെത്തനക്കോൾ ഈസ് used in case of post-operative or postpartum non-obstructive urinary retention. നെക്സ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗിലേക്ക് പോകാം. അതായത് കോളിനോമൈമെറ്റിക് ആൽക്കലോയിഡ്സ്. കോളിനോമൈമെറ്റിക് ആൽക്കലോയിഡ്സിൽ നമ്മൾ പഠിച്ചു പൈലോകാർപ്പിൻ, മസ്കാരിൻ ആൻഡ് അരിക്കൊളിൻ. അതിൽ നമ്മൾ പൈലോകാർപ്പിനെ കുറിച്ചും മസ്കാരിനെ കുറിച്ചും പറയും. അതിനുശേഷം മഷ്റൂം പോയ്സണിങ്ങിനെ കുറിച്ചും പറയും. ഫസ്റ്റ് ഓഫ് ഓൾ Pilocarpine is obtained from the leaves of Pilocarpus microphyllus, and it has prominent muscarinic effect. What effect? Prominent muscarinic effect. What is the mechanism of action of pilocarpine? Pilocarpine directly act on the muscarinic receptors, right? Okay. Then physical actions. It increases sweating and salivation. ഇനി BP യിലേക്ക് വന്നു കഴിഞ്ഞാൽ BPയിൽ പൈലോകാർപ്പിന് 2 ടൈപ്പ് ആക്ഷനാണുള്ളത്. സ്മാളർ ഡോസിലൊരു ആക്ഷൻ, ഹയർ ഡോസിൽ വേറൊരു ആക്ഷൻ. അതിൽ സ്മാളർ ഡോസിൽ ഇറ്റ് കാസസ് fall in BP, മസ്കാരിനിക് ആക്ഷനാണ്, കാസസ് fall in BP. Then at higher doses the BP rises and causes ടാക്കിക്കാർഡിയ ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് ഹാർട്ട് റേറ്റ് ഇൻക്രീസസ്. BP റൈസ് ചെയ്യുന്നുണ്ട്, ടാക്കിക്കാർഡിയ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രോബബ്ലി ഡ്യൂ ടു ദി ആക്ടിവേഷൻ ഓഫ് ദി ഗാംഗ്ലിയോണിക് റിസെപ്റ്റേഴ്സ്. ഇനി ഐസിലേക്ക് വരികയാണ്. ഐസിൽ നമ്മൾ പറഞ്ഞു കൺട്രാക്ഷൻ ഓഫ് ദി സർക്കുലർ മസിൽ ഇറ്റ് മേ കാസസ് മയോസിസ്. അതുപോലെ തന്നെ സീലിയർ മസിൽ കൺട്രാക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ദി ഇൻക്രീസ്ഡ് aqueous outflow which results in the decreased intraocular pressure. So it's good in glaucoma, I told you, right? Okay. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ ഐസിലെ പൈലോകാർപ്പിൻ്റെ ഇഫക്റ്റ് ലാസ്റ്റസ് ഫോർ അബൌട്ട് 4 to 8 hours. ഇനി പൈലോകാർപ്പിൻ്റെ യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ തേർഡ് ലൈൻ ഡ്രഗ് ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. അതാണ് നമ്മൾ കുറച്ച് നേരമായിട്ട് പറയുന്നത് ഗ്ലോക്കോമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പൈലോകാർപ്പിൻ മയോട്ടിക്കായിട്ട് 2 സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. 2 കണ്ടീഷൻസ്. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ മയോട്ടിക് ടു കൗണ്ടർ ആക്ട് മിഡ്രിയാക്ടസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ടെസ്റ്റിങ്ങിന് ശേഷം വരാൻ ചാൻസുള്ള മിഡ്രിയാസിനെ തടയുന്നതിന് വേണ്ടി ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ മയോട്ടിക്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ മയോട്ടിക് ടു കൗണ്ടറാക്ട് ദ മിഡ്രിയാസസ് after refraction tests. Okay. Then to break or prevent the adhesion of iris with lens or cornea.
to break or prevent the adhesion of iris with lens or cornea by alternating it with mydriatics. Mydriaticsമായിട്ട് ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ് ബ്രേക്സ് ഓർ പ്രിവെൻറ്റ് ദ അഡ്ഹഷൻ ഓഫ് iris, cornea or lens. അപ്പോൾ ഇനി പൈലോകാർബണിൽ പറയാനുള്ളത് അഡ്വേഴ്സ് ഇഫക്റ്റാണ്. അത് ഞാനിവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. എങ്കിലും രണ്ട് അഡ്വേഴ്സ് ഇഫക്റ്റാണ് പൈലോകാർബണിനുള്ളത്. ഒന്ന്, ഇറ്റ് പ്രൊഡ്യൂസ് ഇനിഷ്യൽ സ്റ്റിങ്ങിങ് സെൻസേഷൻ ഓൺ ദി ഐ. ഐയിൽ ഒരു ഇനിഷ്യൽ സ്റ്റിങ്ങിങ് സെൻസേഷൻ ഉണ്ടാകുന്നു. ദെൻ 2, പെയിൻഫുൾ സ്പാസം ഓഫ് അക്കോമഡേഷൻ. നമ്മുടെ ഐയുടെ സ്മൂത്ത് മസിൽസ് എല്ലാം കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് കാസസ് എ പെയിൻഫുൾ സ്പാസം ഓഫ് അക്കോമഡേഷൻ. ഇനി അടുത്ത ഡ്രഗിലേക്ക് പോവാം. മെസ്കാരിൻ. മെസ്കാരിൻ ഈസ് നോട്ട് യൂസ് തെറാപ്യൂട്ടിക്കലി ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ പോയ്സണസ് മഷ്റൂംസ്. മെസ്കാരിൻ തെറാപ്യൂട്ടിക്കലി യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലുതായിട്ട് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ മഷ്റൂം പോയ്സണിങ് ആണ് ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത്. പോയ്സണസ് മഷ്റൂമിലെല്ലാം മെസ്കാരിൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മഷ്റൂം പോയ്സണിങ് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടോക്സിക് പ്രിൻസിപ്പിൾ present in particular species of mushroom, there will be at least 3 types of mushroom poisoning. നമ്മൾ തന്നെ ഇവിടെ 3 ടൈപ്പ് മഷ്റൂം പോയ്സണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മഷ്റൂം പോയ്സണിങ്ങിനെ കുറിച്ച്, അതായത് 1 മെസ്കാനിക് ടൈപ്പ്, ദാറ്റ് ഈസ് ഏർലി മഷ്റൂം പോയ്സണിങ്. 2 ഹാലൂസിനോജനിക് ടൈപ്പ്. 3 ഫെലോയിഡിൻ ടൈപ്പ്. ഫെലോയിഡിൻ ടൈപ്പ് എന്ന് പറയുന്നതാണ് ലേറ്റ് മഷ്റൂം പോയ്സണിങ് എന്ന് പറയുന്നത്. അതിൽ ഏർലി മഷ്റൂം പോയ്സണിങ് ഓർ മെസ്കാരിൻ ടൈപ്പ് ഓഫ് മഷ്റൂം പോയ്സണിങ്ങിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാസ്ഡ് ബൈ അയനോസൈബ് ആൻഡ് റിലേറ്റഡ് സ്പീഷീസ്. 1 hour after ingestion of ionocybe or related species, symptoms began to occur. The symptoms include only the muscarinic actions of acetylcholine. അസറ്റൈൽകൊളിൻ്റെ മസ്കാരിനിക് ആക്ഷനെ സിമിലർ ചെയ്യുന്ന സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത്. അതാണ് മസ്കാരിൻ ടൈപ്പ്. ഓക്കെ, ഇതിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് അട്രോപ്പിനാണ്. ദാറ്റ് ഈസ് ദീസ് സിംറ്റംസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ഗിവിങ് അട്രോപ്പിൻ. ഇനി രണ്ടാമത് വരുന്നത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാലൂസിനോജനിക് ടൈപ്പ് മഷ്റൂം പോയ്സണിങ് ആണ്. ഹാലൂസിനോജനിക് ടൈപ്പ് ഇഞ്ചക്ഷൻ ഓഫ് അമാനിട്ട മെസ്കാരിയ എന്ന് പറയാം. അമാനിട്ട മെസ്കാരിയ എന്ന് പറയുന്ന ഒരു മഷ്റൂം ഉണ്ട്, അതിൻ്റെ ഇഞ്ചക്ഷൻ മൂലം ഉണ്ടാകുന്നത്. ആൻഡ് ദ ടോക്സിക് കോമ്പൗണ്ട് ഈസ് മ്യൂസിമോൾ. മ്യൂസിമോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഇതിന് കാരണം. ഇറ്റ് അഫക്ട് സെൻട്രൽ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇറ്റ് കാസസ് ഹാലൂസിൻ ഓർ ഇറ്റ് ഹാസ് ഹാലൂസിനിക് പ്രോപ്പർട്ടി. ഓക്കെ, ഈ കോമ്പൗണ്ടിനുള്ള ഹാലൂസിനോജനിക് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഹാലൂസിനോജനിക് ടൈപ്പ് ആയിട്ട് നമുക്ക് മീൻസ് ഹാലൂസിനോജനിക് പ്രോപ്പർട്ടിയാണ് ഈ അസുഖം ഈ ടൈപ്പ് ഓഫ് പോയ്സണിങ്ങിൽ നമുക്ക് സിംറ്റമായി കാണുന്നത് ഒരു ഹാലൂസിനോജനിക് പ്രോപ്പർട്ടി. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ദർ ഇസ് നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് അട്രോപ്പിൻ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോയ്സണിങ്. അട്രോപ്പിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഇനി ഫെലോയിഡിൻ ടൈപ്പ് ഓഫ് പോയ്സണിങ്, അതർവൈസ് നോൺ ആസ് ദ ലേറ്റ് മഷ്റൂം പോയ്സണിങ്, ഇതുണ്ടാകുന്നത് അമാനിറ്റ ഫെലോയിഡ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മഷ്റൂംസ് കഴിച്ചിട്ടാണ്. അതിലുള്ള പെപ്റ്റൈഡ് ടോക്സിൻസ്, എന്ത് ടോക്സിൻ? പെപ്റ്റൈഡ് ടോക്സിൻ. ദ പെപ്റ്റൈഡ് ടോക്സിൻസ് ഇൻ അമാനിറ്റ ഫെലോയിഡ്സ് ആണ് അതിന് കാരണം. ദെൻ ദ സിംറ്റംസ് ഒക്കർ ചെയ്യാനായിട്ട് ഒക്കർ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഡാമേജ് ടു ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ, ദ ലിവർ ആൻഡ് കിഡ്നി. ഈ GI മ്യൂക്കോസയ്ക്കും ലിവറിലും കിഡ്നിയിലും ഒക്കെ ഡാമേജ് വന്ന് കഴിഞ്ഞാൽ മാത്രമേ സിംറ്റംസ് ഒക്കെ. സോ ഇറ്റ് ടേക്സ് മെനി അവേഴ്സ്. ഓക്കെ, നമ്മൾ ആ മഷ്റൂം കഴിച്ച് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് മാത്രമേ സിംറ്റംസ് വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മെയിൻലി സപ്പോർട്ടീവ്. തയോട്ടിക് ആസിഡിനാണെങ്കിൽ ഒരു ആൻറ്റിഡോട്ടൽ ഇഫക്റ്റും ഉണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മെയിൻലി സപ്പോർട്ടീവാണ്. തയോട്ടിക് ആസിഡ് ഹാവ് സം ആൻറ്റിഡോട്ടൽ ഇഫക്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ്. അപ്പോൾ കോളിനർജിക്സ് പാർട്ട് 2 ഉടനെ തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.